ഹായ് ഓൾ. നമ്മുടെ ലാസ്റ്റ് വീഡിയോ പ്രീ ഫാബ്രിക്കേറ്റഡ് സ്ട്രക്ചേഴ്സ് ആയിരുന്നു. സോ അതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മളിപ്പോ ഇന്ന് ഫ്രെയിം ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. സോ അവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു എന്തൊക്കെ മെറ്റീരിയൽസ് യൂസ് ചെയ്യാം, എന്താണ് ഈ പ്രീ ഫാബ്രിക്കേറ്റഡ് സ്ട്രക്ചേഴ്സിന്റെ അഡ്വാൻറ്റേജസ്, എന്തൊക്കെ ബെനിഫിറ്റ്സ് നമുക്കുണ്ട് എന്നുള്ളതെല്ലാം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അവിടെ വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് പല ഷേപ്സിൽ നമുക്കിത് ഉണ്ടാക്കാം. സോ അതിനകത്തുള്ള ഒരു പെക്യൂലിയർ എസ്തെറ്റിക് ബ്യൂട്ടി ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ട്രക്ചറാണ് എ ഫ്രെയിം എന്ന് പറയുന്നത്. സോ എ ഫ്രെയിമിനകത്ത് നമുക്ക് എന്തൊക്കെ ചെയ്യാം, അല്ലെങ്കിൽ എന്തൊക്കെ ഡിഫിക്കൽട്ടീസ് ഉണ്ട്, അതിന്റെ എന്ത് ഓൾട്ടർനേറ്റീവ്സ് ആണ് നമുക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട് എന്നുള്ളത് നമുക്ക് ഈ ഒരു കംപ്ലീറ്റഡ് എ ഫ്രെയിം, ഇവിടെ സ്ട്രക്ചർ ഇസ് കംപ്ലീറ്റ്. സോ ഈ ഒരു എ ഫ്രെയിമിൽ കൂടെ ഒരു വാക്ക് ത്രൂ ചെയ്യുമ്പോഴത്തേക്ക് യു വിൽ അണ്ടർസ്റ്റാൻഡ് എന്തൊക്കെയാണ് അതിനകത്ത് നമുക്ക് സാധാ കൺവെൻഷണൽ ടൈപ്പ് ആയിട്ടുള്ള ഒരു പ്രീ ഫാബ്രിക്കേറ്റ് സ്ട്രക്ചർ ചെയ്യുന്ന നമുക്ക് എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് നമുക്ക് ഒരു വാക്ക് ത്രൂവിൽ കൂടെ മനസ്സിലാക്കാൻ പറ്റും. സോ ഹിയർ ഹനിൽ ഇസ് ദെയർ വിത്ത് അസ്. ഹനിൽ ലാസ്റ്റ് ടൈം പോലെ തന്നെ ഈ പ്രാവശ്യവും ഇതിന്റെ എങ്ങനെ സ്ട്രക്ചർ കംപ്ലീറ്റ് ആയി, എന്തൊക്കെ ഡിഫിക്കൽട്ടീസ് ആൻഡ് എന്തൊക്കെ അഡ്വാൻറ്റേജസ് ഇതിനുണ്ട് എന്നുള്ളത് നമ്മുടെ കൂടെ ഷെയർ ചെയ്യാനുണ്ട്. സോ വിൽ ജസ്റ്റ് അക്കമ്പനി ഹിം ആൻഡ് ഗോ ത്രൂ ദിസ് എ ഫ്രെയിം. ഹായ്. അപ്പം നമ്മള് കഴിഞ്ഞ ഇതില് പറഞ്ഞതുപോലെ തന്നെ നമുക്കൊന്ന് ഇതിന്റെ എ ഫ്രെയിമിന്റെ സ്ട്രക്ചേഴ്സിനെ കുറിച്ചും അതിന്റെ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഇതിൽ നിന്ന് ഭയങ്കര ഡിഫറെന്റ് ആണ് സ്ട്രക്ചർ. അപ്പം അതിനകത്ത് എങ്ങനെ നിങ്ങൾ സ്ട്രക്ചർ ചെയ്തെടുത്തു ആൻഡ് എങ്ങനെയായിരുന്നു അതിന്റെ ഡിഫിക്കൽട്ടീസ്, അതിന് ഓൾട്ടർനേറ്റീവ്സ് എന്തെങ്കിലും കണ്ടുപിടിച്ചിട്ടുണ്ടോ എന്നുള്ളതിന്റെ ഒരു ഡീറ്റെയിൽ ഒന്ന്. നമ്മൾ നോർമൽ ചെയ്യുന്നത് ഒരു ബോക്സി ടൈപ്പ് ആയിരിക്കും എപ്പോഴും ചെയ്യുന്നത്. അതില് ജസ്റ്റ് സൈഡ് വോൾസ്, റൂഫ് അങ്ങനെ ഇതായിട്ട് വരുന്നത്. എ ഫ്രെയിം നമുക്ക് മെയിൻ ചെയ്യുന്ന ഒന്ന് ലുക്ക് വൈസ് കുറച്ചും കൂടി നല്ല അപ്പീലിംഗ് ആണ്. പിന്നെ വെച്ചാൽ വർക്ക് നമുക്ക് താരതമ്യത്തിൽ കുറവാണ് വരുന്നത്. രണ്ട് സൈഡ് റൂഫ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം വർക്ക്സ് തീർന്നതില്ല. പിന്നെ പാർട്ടീഷൻ വോൾസ് എവിടെയൊക്കെയാണ് വേണ്ടത് അതിന്റെ ഡിപ്പെൻഡ് അത് മാത്രമേ പിന്നെ എക്സ്ട്രാ വർക്ക് വരുന്നത്. അപ്പൊ കമ്പാരിറ്റീവ്ലി നമുക്കിത് എളുപ്പവും ആളുകൾക്ക് ഇത് ലാഭകരമാണ്. ഇത് പ്രോഫിറ്റബിൾ ആണ്. സ്പേസ് ഒക്കെ കുറച്ച് കുറവായിരിക്കും. ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആണ്. അപ്പൊ നമ്മൾ എന്തോരം ബേസ് വിഡ്ത്ത് കൂടുന്നോ അതിനനുസരിച്ച് അകത്ത് കൂടുതൽ സ്പേസ് തോന്നിക്കും. പിന്നെ ഈ ഇൻക്ലൈൻഡ് പാനൽസിന്റെ ഒരു എന്തായിരിക്കും അതിനകത്ത് നിൽക്കുമോ എന്നുള്ളൊരു. ഇല്ല, ഇതിലല്ല, ഈ സ്ലോപ്പില് ഒന്ന് നമുക്ക് ട്രയാങ്കിൾ ഷേപ്പില് ഫുൾ സ്ട്രക്ചർ ആദ്യം ചെയ്തെടുത്തിട്ട് അതിലോട്ട് ഇത് ചാരി വെച്ചിട്ട് ബേസ് താഴെ അവിടുത്തെ സപ്പോർട്ട് കൊടുത്ത് എന്നിട്ട് അതിലോട്ട് നേരെ സ്ക്രൂ ചെയ്ത് വെക്കും. എന്നിട്ട് രണ്ടും കൂടി സ്ക്രൂ ചെയ്തിട്ട് മേളിൽ നിന്നും ഇത് കൊടുത്തിട്ട് തമ്മിൽ വീണ്ടും ലോക്ക് ചെയ്യും. അപ്പൊ യാതൊരു കാരണവശാലും അത് ഇളകി വരത്തില്ല. എന്നുവെച്ചാൽ ഇത് ഊർന്നു പോകേണ്ട കേസ് ആണെങ്കിലൊക്കെയാണ് ഇളകി വരുന്നത്. അങ്ങനെ ഒരുപാട് സ്റ്റീപ്പ് വരെ നമ്മൾ അടിയിൽ വീണ്ടും സപ്പോർട്ട് ഉണ്ടെങ്കിൽ കൊടുക്കും. ഒരു ഫുൾ പാനലും ഒറ്റ ലെങ്തില് എത്ര ലെങ്ത് ആയിരിക്കും? നമുക്കിപ്പോ ഇത് എല്ലാം കസ്റ്റമൈസ്ഡ് ലെങ്തിൽ കിട്ടും. ഞാൻ 20 അടി പറയുകയാണെങ്കിൽ കമ്പനിയിൽ നിന്ന് എനിക്ക് 20 അടിയിൽ കട്ട് ചെയ്ത് തരും. ഒരു 10 പറയുകയാണെങ്കിൽ അതിൽ കട്ട് ചെയ്ത് വിട്ടെല്ലാം നമ്മുടെ സാധാരണ ഷീറ്റിംഗ് പോലെ തന്നെ 1 മീറ്റർ ആണ് കവറേജ്. ജോയിന്റ്സ് ആണെങ്കിലും സെയിം എല്ലാം സെയിം തന്നെയാണ്. ഈ സ്ട്രക്ചറൽ ഇതിൽ മാത്രമാണ് വ്യത്യാസം. പിന്നെ ജോയിന്റ്സ് മുകളിൽ ആ ഒരു ടച്ച് ചെയ്യുന്ന പോയിന്റിലാണ് നമ്മൾ റെഡ്ജസ് കൊടുക്കുക. നമുക്ക് അത് കൊടുത്തിട്ട് നേരെ അതിലോട്ട് സ്ക്രൂ ചെയ്യും. അവിടെ ലീക്കേജ് ഒന്നും ഇല്ല, അതെല്ലാം കവേർഡ് ആയിട്ട് പോവുകയാണ്. ഇതില് നമ്മൾ മറ്റേ ഇത് വെച്ച് നോക്കുമ്പോൾ ഇതിൽ വെള്ളം തങ്ങി നിൽക്കുന്നില്ല. എന്ത് വീണാലും നേരെ താഴ്ത്തോട്ട് പോകും. അപ്പൊ അതൊരു അഡ്വാൻറ്റേജ് ആണ്. ശരി. മഴയും സ്നോ അങ്ങനത്തെ റീജിയൻസിലൊക്കെ ഭയങ്കരമായിട്ട് യൂറോപ്യൻ കൺസെപ്റ്റ് വരാൻ കാരണം അവർക്ക് സ്നോ വരുമ്പോ തങ്ങി നിൽക്കാതിരിക്കാനായിട്ടാണ് ആ ഒരു ഇതിൽ വന്നത്. അത് നമ്മളിപ്പോ ഇവിടെ അഡാപ്റ്റ് ആക്കി എടുക്കുന്നത്. ഈ വാൾസ് ആണെങ്കിലും തിക്നെസ് എങ്ങനെയാക്കും? എത്ര വേരിയേഷൻസിലൊക്കെ വാൾസ് തിക്നെസ്? നമുക്ക് സാധാരണ നമ്മൾ ചെയ്യുന്നത് സാൻഡ്വിച്ച് പാനലാണ്. എന്റെ മിക്ക വർക്കുകളും ഞാൻ സാൻഡ്വിച്ച് പാനൽസ് ചെയ്യുന്നത്. അച്ഛന് റെഡിമെയ്ഡ് ഒരു വോൾ അത് കൊടുക്കാം. അത് 5 സെന്റിമീറ്റർ ആണ് ബേസിക് യൂസ് ചെയ്യുന്നത്. ഇനി അധികം ആർക്കെങ്കിലും ഇൻസുലേഷൻ കൂടുതൽ വേണം അങ്ങനെയുള്ളവർക്ക് 7 ഉണ്ട്, 8 പല പല അളവിന്റെ ഉണ്ട്. കുറവുണ്ട് കേട്ടോ, 3 സെന്റിമീറ്റർ ഉണ്ട്, അങ്ങനെ പല പല അളവ്. ഇത് എന്ത് ഫ്രെയിമാണ്? ഇതിപ്പോ നമ്മൾ അലൂമിനിയത്തിന്റെ സ്ലൈഡിംഗ് ഡോർ കൊടുത്തത്. വേറെ എന്തൊക്കെ ഓപ്ഷൻസ്? വേറെ UPVC കൊടുക്കാം. അതാണ് ഞാനും സജസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ സൗണ്ട് ഇൻസുലേഷൻ കുറച്ചുകൂടി കൂടുതൽ കിട്ടും കമ്പയർഡ് ടു അലൂമിനിയം. ലൈഫും ഇതെല്ലാം സ്ട്രെങ്ത് ഒക്കെ ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. ഇതിന് അകത്തൊന്ന് നമുക്കൊന്ന് ഇന്റീരിയറിനെ കുറിച്ചൊന്ന് എന്നുവെച്ചാൽ നമ്മൾ ആ എപ്പോഴും പുറത്തുനിന്ന് കണ്ടായിരുന്നു. ഇപ്പൊ ഇന്റീരിയറിൽ നമുക്ക് സ്പേസ് റെസ്ട്രിക്ഷൻ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അതിനെ കുറിച്ചൊരു ഡീറ്റെയിൽ. ഓക്കെ, നമ്മുടെ എയർപ്ലെയിന്റെ മെയിൻ ഒരു ഷോർട്ട് കമിക്സ് എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഈ കോർണർ പോർഷൻസ് നമുക്ക് യൂസ് ചെയ്യത്തില്ല. അപ്പൊ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ എന്തെങ്കിലും ഒരു പാർട്ടി ഇത് അവിടെ വെച്ചിട്ട് ഫിനിഷ് ചെയ്തെടുക്കാം. അങ്ങനെ കോർണറിലോട്ട് എത്തിക്കണ്ട. ഒരു 2.5 ഫീറ്റിൽ എടുക്കുന്ന ഇതുപോലെ ടേബിള്, സോഫ അങ്ങനത്തെ ഇതൊക്കെ ഇട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ബെഡ് അതുപോലെ ഇട്ട് കഴിയുമ്പോൾ നമുക്ക് അപ്പുറത്തെ വേസ്റ്റേജ് നമ്മൾ അങ്ങനെ പ്രശ്നം വരുന്നില്ല. പിന്നെ വേറെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ വീതി കൂടുന്തോറുമാണ്
ഹൈറ്റ് നമുക്ക് കൂടുതൽ കിട്ടുന്നത്. അപ്പൊ അതിനനുസരിച്ചുള്ള അതാണ് 15 ഫീറ്റ് വെച്ച് കഴിഞ്ഞാൽ ഒരു 13 അടി ഹൈറ്റ് കിട്ടും. അത് സഫീഷ്യന്റ് ആണ്. അപ്പൊ അതൊരു പോയിന്റ്. പിന്നെ ഈ പറഞ്ഞ കോർണറിലെ വേസ്റ്റ്, ഇത് രണ്ടുമാണ് മെയിൻ ആയിട്ടുള്ളത്. പിന്നെ വേറെ ഇതിപ്പോ ഞാനിപ്പോ ഇവിടെ ഒരു വുഡൻ ഫിനിഷ് കൊടുത്തു എന്നേ ഉള്ളൂ. അതല്ലെങ്കിൽ സാൻഡ്വിച്ച് പാനൽ വെച്ച് കഴിഞ്ഞാൽ ഒരു ഓഫ് വൈറ്റ് കളറായിരുന്നു ഫിനിഷ്. കേടില്ല, ബട്ട് ഒരു കുറച്ചും കൂടി പ്രീമിയം ഫീൽ കിട്ടണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ക്ലാഡിങ് അങ്ങനത്തെ കൊടുത്താൽ നല്ലതായിരിക്കും. ഈ സ്ലോപ്പ് കൂടുന്തോറും എന്തെങ്കിലും ഹീറ്റ് പെനിട്രേഷൻ ഹീറ്റ് അങ്ങനെ ഒരു ഇത് വരുന്നില്ല. പിന്നെ സാൻഡ്വിച്ച് പാനൽ യൂസ് ചെയ്യുന്നതുകൊണ്ട് പുറത്ത് എന്ത് ചൂടുണ്ടായാലും അകത്തോട്ട് അത് കിട്ടും. ഇതിൽ വരുന്ന ചൂടെന്ന് വെച്ചാൽ റൂമെല്ലാം അടച്ചിട്ട് കഴിയുന്ന ഒരു ചൂടുണ്ടാവും, അത് മാത്രമേ. ഈ വിൻഡോസ് ഡോർസ് കൊടുക്കാൻ പറ്റും, പക്ഷെ വിൻഡോസ് ഇവിടെ കൊടുത്തിട്ടില്ല. ഞാനിപ്പോ ഇവിടെ ഫുൾ സ്ലൈഡിങ് ആക്കിക്കൊണ്ടാണ്. അല്ലെങ്കിൽ ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മെയിൻ ഡോർ കൊടുത്ത് അതിന് സൈഡിൽ ഒരു വിൻഡോ. ഇതില് വിൻഡോ കൊടുക്കാൻ ആകെ ഓപ്ഷൻ ഉള്ളത് വെച്ചാൽ ഈ ഫ്രണ്ട് ബാക്ക്, പിന്നെ ഉള്ളത് നമ്മൾ മേലോട്ട് ലോ സ്പേസ് തന്നെ മേളിൽ കൊടുക്കും. ഇതിപ്പോ ചെറുതാണ്, വലുതായിട്ട് ചെയ്യുമ്പോ ഇവിടെ നമുക്കൊരു ഡെക്ക് പോലെ കൊടുക്കും. അപ്പൊ ഇവിടുന്ന് ലാഡർ കൊടുത്ത് അതിലോട്ട് എടുത്ത് അവിടുന്ന് വിൻഡോ കൊടുക്കാം, ബാൽക്കണി കൊടുക്കാം, പല ഓപ്ഷൻസ്. സോ ഇപ്പം നമുക്ക് ആ ഒരു മെസനൈൻ ഫ്ലോർ പോലെയൊക്കെ ഇവിടെ ചെയ്യാൻ പറ്റുമോ? ചില നമ്മൾ ഈ സാധാരണ ഹോട്ടൽസിൽ കാണുമ്പോൾ ഫുൾ ഒരു ഹൈറ്റ് ഫ്ലോറിന്റെ നടുക്കായിട്ടൊരു ചെറിയൊരു ഇടയിലൊരു ഫ്ലോർ പോലെ, അതുപോലെ ഈ ഫ്രെയിമിൽ ചെയ്യാൻ ലൊക്കേരിയാണ്. അത് ശരിക്കും പറഞ്ഞാൽ ബാത്റൂം നമ്മൾ ഇവിടെ വെച്ച് ബാത്റൂം ഇത്രയും സ്പേഷ്യസ് ആയിട്ട് കൊടുക്കണ്ട. അതൊരു 7.5 8 അടിയിൽ 8 ഫീറ്റിൽ നമ്മൾ നിർത്തിയിട്ട് അതിൽ നിന്ന് ഏതായാലും കവർ ചെയ്യാനായിട്ട് നമ്മളൊരു ഫ്രെയിം ചെയ്യും. അപ്പൊ അത് നമുക്കൊരു ബെഡ് സ്പേസ് ആയിട്ട് കാരണം ഇതിന്റെ വലുത് ഇമാജിൻ ചെയ്തിട്ട് വേണം. ഈ ചെറുതിൽ നമുക്ക് പറ്റത്തില്ല. ഇതിലിപ്പോ മാക്സിമം എനിക്ക് ഇവിടെ കൊടുത്താലും ചെറിയൊരു പോർഷനെ കിട്ടത്തുള്ളൂ. അപ്പൊ അത് വെറുതെ വേസ്റ്റേജ് ആണ്. ഒരു 20 ഫീറ്റിന്റെ ഒക്കെ എയർ ഫ്രെയിം ചെയ്യുമ്പോൾ ഇതിനൊക്കെ കോസ്റ്റ് ആയിരിക്കും മറ്റേ കൺവെൻഷണൽ അതിനകത്ത് നിന്നും ലാക്സിൽ 3.5 ലാക്സിൽ ഏരിയ എത്രയായിരിക്കും? നമുക്കൊരു സ്ക്വയർ ഫീറ്റ് റേറ്റിൽ ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ഇതില് എന്തൊക്കെ ഇതിലിപ്പോ ചെറുതാണെങ്കിൽ എല്ലാം നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കണം. ബെഡ്, പവർ പോയിന്റ്സ്, AC-യുടെ ഓപ്ഷൻ, അങ്ങനെയല്ല. ഈ 3.5 ലാക്സിൽ നമ്മൾ ഇന്റീരിയർ പ്ലസ് എല്ലാം ഇൻക്ലൂഡിംഗ് ബെഡും എല്ലാം 3.5. ലേബറിന്റെ എക്സ്പെൻസ് വേറെ വന്നില്ല, നിങ്ങൾ ചെയ്തു. നമ്മൾ ചെയ്തു. ലേബറും കൂടെ വരികയാണെങ്കിൽ നമുക്ക് അതിന്റെ ജനറൽ ഒരു ഐഡിയ പറയുകയാണെങ്കിൽ ഒരു 15 ഫീറ്റ് ബൈ 20 ഫീറ്റ് അത്രയും ചെയ്യുന്നതിന് ഒരു 5 lakhs അപ്പൊ ഒരു 300 സ്ക്വയർ ഫീറ്റ്. പക്ഷെ എന്നാലും പറയണ അത് വെച്ചിട്ട് പെർ സ്ക്വയർ ഫീറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. പക്ഷെ അതിൽ നമ്മള് ഫർണിച്ചേഴ്സ് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല, ഇതുപോലെ ലൂവേഴ്സ് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. അത് ഓരോരുത്തരുടെ ബഡ്ജറ്റിന്റെ ബേസ്. ബാക്കിയെല്ലാം A to Z നമ്മൾ ചെയ്ത് ഈ നമ്മുടെ നേരത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത കൺവെൻഷനലി നമ്മളൊരു സ്ക്വയർ ഷേപ്പ് അല്ലെങ്കിൽ റെക്ടാംഗിൾ ഷേപ്പ് ആണെങ്കിൽ അതാണെങ്കിൽ വരുന്നത് 10 ഫീറ്റ് ബൈ 20 ഫീറ്റ് 200 സ്ക്വയർ ഫീറ്റ് നമുക്ക് 5 lakhs ചെയ്യാൻ പറ്റും. പക്ഷെ ലൂവേഴ്സ് അങ്ങനെയൊന്നും ഇന്റീരിയേഴ്സ് എല്ലാം ഓഫ് വൈറ്റ് കളർ ആയിരിക്കും. പാനൽസിന്റെ എക്സ്ട്രാ ഇന്റീരിയേഴ്സ് ഫോൾ സീലിംഗ് ഒക്കെ നമ്മൾ എക്സ്ട്രാ ചെയ്യും. പക്ഷെ കണക്ഷൻസ് എല്ലാം പ്ലംബിംഗ് അതെല്ലാം എല്ലാം ഉണ്ടാവും. പിന്നെ നമ്മൾ പറയുന്നത് സൈറ്റില് നമ്മുടെ ക്ലയന്റിന്റെ സൈഡിൽ നിന്ന് ചെയ്യുന്ന അവിടെ സ്കോപ്പ് ഓപ്പറിൽ വരുന്നത് അവിടെ കറണ്ടിന്റെ കണക്ഷൻ, വെള്ളം, ഫ്രഷ് വാട്ടർ, സെപ്റ്റിക് ടാങ്കിന്റെ ഓപ്ഷൻ. ഇത് മൂന്നും അവിടെ ഉണ്ടെങ്കിൽ നമ്മൾ ക്യാബിൻ കൊണ്ടുപോയി വെച്ചിട്ട് അവിടെ കണക്ട് ചെയ്യാൻ പറ്റും. ആ ഓപ്ഷനിലാണ് ചെയ്യുന്നത്. നമ്മൾ ബാത്റൂമിന്റെ ഇപ്പൊ പ്ലംബിങ്ങിന്റെയും ഇലക്ട്രിക്കൽ എല്ലാം ചെയ്തേക്കുന്ന വെച്ച് കഴിഞ്ഞാൽ എല്ലാം നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഒന്നും ലൈൻ പാസ് ചെയ്യുന്നതായിട്ട് കാണരുത്. എല്ലാം എക്സ്റ്റീരിയർ ആയിട്ട് ഓടിച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള പോയിന്റ്സിൽ മാത്രം നമ്മൾ ഹോള് കൊടുത്ത് ആ പൈപ്പിന്റെ കറക്റ്റ് ആ പോയിന്റ് മാത്രം അകത്തോട്ട് എടുത്തേക്കാം. ഇപ്പൊ ഇതിന്റെ പുറത്ത് പോയി നോക്കിയാൽ അധികം ലൈൻ റണ്ണിങ് ആയിരിക്കും. പക്ഷെ നമുക്ക് ഇന്റീരിയർ നോക്കുമ്പോൾ അതിന്റെ വിസിബിലിറ്റി ഉണ്ടാവത്തില്ല. വാഷ് ബേസിന്റെ കേസിൽ നമ്മൾ സാധാരണ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ വോൾ മൗണ്ടഡ് മാക്സിമം നമ്മൾ ഒഴിവാക്കും. അതായത് സാൻഡ്വിച്ച് മാനിലായാണ് മെറ്റൽ ഷീറ്റിലായതുകൊണ്ട് വലിയ ലോഡ് കൊടുക്കാതെ നമ്മൾ എന്ന് വെച്ചാൽ ഫ്ലോർ മൗണ്ടഡ് ആയിരിക്കും മാക്സിമം ഐറ്റംസ്. സോ ഇപ്പം നമ്മുടെ ഈ പ്രീ ഫാബ്രിക്കേറ്റഡ് സ്ട്രക്ചേഴ്സ് ബിൽഡ് യുവർ ഓൺ ഹോം അല്ലെങ്കിൽ ഡു ഇറ്റ് ബൈ യുവർ സെൽഫ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആണല്ലോ. അപ്പം ഫ്രെയിം ആനിന്റെ ഫാമിലി മെമ്പേഴ്സുമായിട്ടാണ് ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതിന്റെ ഒരു ഷെയറിംഗ് എന്തായിരിക്കും? ഇതിന്റെ നമുക്ക് ഇതില് ഈ ബ്ലോക്സ് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫുള്ള് നമ്മൾ വെൽഡിംഗ് ഇല്ലാണ്ട് ചെയ്യാനുള്ള ഒരു കൺസെപ്റ്റിലാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിന്റെ കണക്ടേഴ്സ് എല്ലാം ഡിസൈൻ ചെയ്തത്. അതിന്റെ ഒരു ലൈവ് ഒരു ഇത് നമ്മൾ തന്നെ കാണിച്ചാലാണ് ആളുകൾക്ക് ഒരു ഇൻസ്പിറേഷൻ ആകത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ 3 പേരും പിന്നെ വൈഫിന്റെ അനിയനും ഉണ്ട്. അപ്പൊ നിങ്ങൾ 3 പേരും അല്ലാണ്ട് വേറെ ആരും ഇതിനകത്ത് ഇൻവോൾവ് പിന്നെ ടൈല് നമ്മൾ റിസ്ക് എടുക്കണമെന്നില്ല. പിന്നെ വേറെ നമുക്ക് ഇപ്പൊ ഈ സ്ട്രക്ചർ ഇതിനു മുമ്പ് ചെയ്ത സ്ട്രക്ചർ ചെയ്തപ്പോ താഴത്ത് നമ്മള്
വെൽഡിങ് കൊടുത്തില്ല. അതെല്ലാം ടോട്ടലി വെൽഡിങ് ഇല്ലാതെ. അപ്പൊ ഇതിൽ കുറച്ചും കൂടി സ്ട്രെങ്ത് വരാനായിട്ട് താഴത്തെ ബേസ് നമ്മൾ വെൽഡ് ചെയ്യും. വെൽഡിംഗ് പാർട്ട് മാത്രമാണ് അത് പുറത്തത്തെ ലേബറിന് So anyway, thank you for sharing all the concept with us. So ഇത് ശരിക്കും ഒരു മോട്ടിവേഷൻ ആണ്, ബിക്കോസ് ഫാമിലി ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കോൺസെപ്റ്റ് ചെയ്ത് കൺസെപ്റ്റ് ഉള്ളതാണ്. ഒരു വീക്കെൻഡില് കുറച്ച് ഫാമിലി മെമ്പേഴ്സ് കൂടി ചെയ്യുന്ന അങ്ങനെയൊക്കെയാണ് അവരുടെ മെയിൻ. ഓക്കെ, അല്ല അത് ശരിക്കും ഈ ഇപ്പം മോനും ഇൻക്ലൂഡഡ് ആണെന്ന് പറയുമ്പോഴത്തേക്ക് അതിനൊരു മോട്ടിവേഷൻ തന്നെയാണ്. പറ്റാവുന്ന മെഷീനറീസ് ഞാൻ കൊടുക്കാറുള്ളതേ ഉള്ളൂ, ചെറിയ ഡ്രിൽ മെഷീൻ. അല്ല ശരിക്കും അത് നമ്മളൊരു പ്രാക്ടീസിൽ കൊണ്ടുവരുമ്പോ തന്നെ കുറെ സ്ഥലങ്ങളിൽ ഈ സ്കിൽസ് പഠിക്കുകയും ചെയ്യും കുട്ടികളാണെങ്കിൽ പോലും അവർക്കൊരു ഇൻട്രസ്റ്റ് വരും. താങ്ക് യു അലോട്ട്.